ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി അങ്ങനെ കണ്ടിട്ട് വന്നതേ ഉള്ളടേ. എന്റെ അളിയ, ഹോ ഹോ ഹോ, ഇതാണ് സ്പൈഡർമാൻ. എൻ്റെ മോനെ, നമ്മൾ ഇതുവരെ കണ്ട ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് സംതിങ് ന്യൂ, അല്ലെങ്കിൽ ദിസ് ഈസ് ന്യൂ. അതാണ് അതാണ് കിട്ടുന്നത്. കിടുക്കൻ പടം, കിടുക്കൻ എക്സ്പീരിയൻസ്, ഭയങ്കര രസമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ, എനിക്ക് അതിന്റെ റേഷ്യോസ് ഒന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ എന്നാൽ പോലും വലിയ സ്ക്രീനുള്ള തിയേറ്ററിലൊക്കെ പോയി കാണുക. ഒരു രക്ഷയില്ല, കിടുക്കൻ സാധനമാണ്. യു ഗൈസ് നോ, ഐമാക്സി പടം എല്ലാം ഒടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണെങ്കിലും അത് ഐമാക്സി വരത്തില്ല. ഏറ്റവും പറ്റുന്ന കിടുക്കൻ വലിയ സ്ക്രീനിൽ കാണാൻ നോക്കുക. മറ്റേ ബ്ലാക്ക് മാർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത ബിഗ് സ്ക്രീനിൽ കാണാൻ നോക്കുക. ഒരു രക്ഷയില്ല, കിടുക്കൻ സാധനമാണ്. യാ, കൂടുതൽ ഡെപ്ത് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവുന്നതാണ്, എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ചില ആൾക്കാർ, പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ ഈ പടത്തിലേക്ക് വലിച്ചഴച്ച് അവരെ കൊണ്ടുവന്നതായിട്ട് എനിക്ക് ചില ഇതൊക്കെ തോന്നി. എനിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ഇരിക്കാം, കാരണം അത് സ്പോയിലറായിട്ട് പറയേണ്ട കാര്യമാണ്. ഇത് കംപ്ലീറ്റ് നമ്മൾ സ്പോയിലറൊന്നും ഇല്ലാണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഒരു 75% എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ, ഈ പറഞ്ഞ പോലെ പവർ ഇവോൾവ് ആവുന്നു, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ കുറച്ചുകൂടെ സംഭവിച്ച് പവർ അൾട്ടിമേറ്റ് ആവുന്നത്, അങ്ങനെയുള്ള ആ ഒരു സീനും കാര്യങ്ങളും ഒക്കെ എൻ്റെ മോനെ ഒരു രക്ഷയിലെ കിടുക്കൻ സാധനമാണ്. സോ മാക്സിമം ഞാൻ ഈ പറഞ്ഞ പോലെ ഗുഡ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ, ഗെയിം, സ്പൈഡർമാൻ്റെ ഒക്കെ ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന കുറെ 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 സീൻസും കാര്യങ്ങളൊക്കെ പഠനത്തിനകത്തുണ്ട്. സ്വിങ്ങിങ്ങിന്റെ ആണെങ്കിലും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആ കുറെ ഗെയിമിങ്ങിലുള്ള കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ജാക്കി ചാന്റെ ടീം എന്തോ ആണ് ഇതിനകത്ത് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. കിടുക്കം ഫൈറ്റ്. ഇതുവരെ നമ്മൾ കണ്ട സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു അൺമെച്ചൂർഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ ഉണ്ടല്ലോ. ഐ മീൻ, പുള്ളിക്ക് എല്ലാത്തിനോടും ഒരു 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 ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കുട്ടിത്തം, അങ്ങനത്തെ ഒരു സാധനം അതില്ല ഇവിടെ. പുള്ളി മെച്ചൂർഡായിട്ട് പുള്ളിയുടെ പവർ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ അതുപോലെ ഇതുവരെ അയൺമാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഹെൽപ്പ് കിട്ടിയിട്ടാണല്ലോ പുള്ളിയുടെ കുറെ സാധനങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് പുള്ളി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടേ. ഓവറോൾ പടം വേറെ ലെവലാണ്. മസ്റ്റ് എല്ലാവരും പോയി കാണുക. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ വൺ മോർ തിങ്, ഫോണും പിടിച്ചുകൊണ്ട് ടൈറ്റിൽ കാർഡ് ക്യാപ്ചർ ചെയ്യാൻ നിൽക്കേണ്ട, ഏറ്റവും ലാസ്റ്റിലേ കാണിക്കത്തുള്ളൂ. സോ അതൊന്ന് നോട്ട് ചെയ്യാം. ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് പടം ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹുക്ക് ആവുന്നതാണ്. സോ അത്ര ഉള്ളടേ. ബൈ.